ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫോർത്ത് സെമസ്റ്ററിൽ ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്തിൽ ബ്ലോക്ക് 1 4th യൂണിറ്റാണ് ചാലഞ്ചസ് ഓഫ് ജേർണലിസം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാലഞ്ചസ് ഓഫ് ജേർണലിസം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു ജേർണലിസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ജേർണലിസത്തിനെ തകർക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അതിലാദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫേക്ക് ന്യൂസുകൾ എന്നുള്ളതാണ്. ഫേക്ക് ന്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൾസ് ആയിട്ടുള്ള, ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ഭാവനകൾക്കനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഫേക്ക് ന്യൂസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫേക്ക് ന്യൂസുകളും ഫാൾസ് ഇൻഫർമേഷൻസിനെയാണ് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഫാൾസ് ഇൻഫർമേഷൻസിനെയാണ് ഫേക്ക് ന്യൂസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് ക്രെഡിബിളായിട്ട് സത്യസന്ധമായിട്ടുള്ള ന്യൂസുകളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ ഫിനാൻഷ്യലായിട്ടുള്ള ലാഭങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള മാനിപ്പുലേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, അതല്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരു ലാഭം വേണം എന്നുള്ള, അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന വാർത്തകളാണ് എന്തെന്ന് പറയുന്നത്, ഈ ഫേക്ക് ന്യൂസുകൾ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള ലാഭങ്ങളാണ്. ക്ലിക്ക് ബൈറ്റ് വഴി അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്യത്തിൽ നിന്നുള്ള റവന്യൂസ്, വരുമാനങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത്. ഐഡിയോളജിക്കൽ മാനിപ്പുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡിങ് എ സ്പെസിഫിക് അജണ്ട, മറ്റെന്തെങ്കിലും ഒരു താല്പര്യം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഐഡിയോളജിക്കൽ മാനിപ്പുലേഷൻസ് എന്ന് പറയുന്നത്. പേഴ്സണൽ മോട്ടീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഫേക്ക് ന്യൂസുകൾ എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് പ്രൊപ്പഗാൻഡ എന്നുള്ളതാണ്. പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊപ്പഗേർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന വേർഡ് വരുന്നത്. ആ പ്രൊപ്പഗേർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു സ്പ്രെഡ് എന്നുള്ളതാണ്. അതായത് ഒരു പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻസ്, ഐഡിയാസ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ഇതെന്ത് ചെയ്യുന്നു, ഒരു സ്പ്രെഡ് ചെയ്യുന്നു. അത് പബ്ലിക് ഒപ്പീനിയൻസിനെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ടു പ്രൊമോട്ട് എ പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഐഡിയോളജിക്കൽ അജണ്ട, അതായത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള അജണ്ട, ആ കാര്യങ്ങളൊക്കെ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ന്യൂസ് പ്രചരിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെയാണ് പ്രൊപ്പഗാൻഡ എന്ന് വിളിക്കുന്നത്. ഇതൊരു തന്ത്രമാണ്. ന്യൂസിലൂടെ, അഡ്വർടൈസ്മെൻറ്റിലൂടെ, ആർട്ടിലൂടെ, മീഡിയ കണ്ടൻറ്റിലൂടെ നമ്മൾക്കറിയാതെ തന്നെ എന്ത് ചെയ്യുക, നമ്മളുടെ ഇടയിൽ ഇടപെടുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പെയ്ഡ് ന്യൂസുകൾ എന്നുള്ളതാണ്. പെയ്ഡ് ന്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് തരത്തിലുള്ള പ്രാക്ടീസാണ്. എങ്ങനെ, മീഡിയ ഔട്ട്ലെറ്റ്സ് പബ്ലിഷ് ന്യൂസ് ഓർ അനലൈസസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ മണി ഓർ അതർ ഫോംസ് ഓഫ് കൺസിഡറേഷൻ, അതായത് പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാരിതോഷികങ്ങളോ മേടിച്ചുകൊണ്ട് വാർത്തകൾ പ്രചരിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, പെയ്ഡ് ന്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെയ്ഡ് ന്യൂസുകൾ എന്ന് പറയുന്നത് ഒരു ജേർണലിസത്തിന് ഏറ്റവും എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം പണം മേടിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് പ്രചരിക്കുകയും ജനങ്ങൾ അത് ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യലായിട്ടുള്ള ഗെയിൻ നേടിയെടുക്കുക, സാമ്പത്തികപരമായിട്ടുള്ള ലാഭം എടുക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പെയ്ഡ് ന്യൂസുകൾ ഉപയോഗിക്കുന്നത്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പറയുന്നത്, എനി ന്യൂസ് ഓർ അനലൈസ് അപ്പിയറിംഗ് ഇൻ എനി മീഡിയ പ്രിൻ്റ് ഓർ ഇലക്ട്രോണിക് ഫോർ എ പ്രൈസ് ഇൻ ക്യാഷ് ഓർ കൈൻഡ് ആസ് എ കൺസിഡറേഷൻ, അതായത് ഏതെങ്കിലും ന്യൂസുകളോ അനലൈസുകളൊക്കെ ഒരു പണത്തിന് വേണ്ടിയിട്ട് അത് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് പെയ്ഡ് ന്യൂസുകൾ എന്ന് പറയുക എന്നാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പറയുന്നത്. ജേർണലിസ്റ്റ് അറ്റ് എ റിസ്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അടുത്തായിട്ട് പറയുന്നത്. ജേർണലിസ്റ്റുകൾ ഒരു റിസ്ക് ഉള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും. ഇപ്പോൾ വയനാട് ദുരന്തം നടന്ന സമയത്ത് നമുക്കറിയാം, ഈ വയനാട് ദുരന്തം നടന്ന സമയത്ത് എല്ലാ റിപ്പോർട്ടേഴ്സും, ജേർണലിസ്റ്റുകളും, ഫോട്ടോഗ്രാഫ്സുകളും തുടങ്ങിയുള്ള എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ഏത് സമയം അവിടെ രക്ഷാദൗത്യം നിർവഹിക്കുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. ഏത് സമയം അവിടെ എന്തും സംഭവിക്കാവുന്ന സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല സിറ്റുവേഷനുകളിൽ നിന്നും ജേർണലിസ്റ്റുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരു പ്രൊട്ടസ്റ്റുകൾ
സ്ഥലങ്ങൾ, സമരം നടക്കുന്ന സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ വയലൻസുകൾ, ഡിസാസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള ട്രൊമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നടക്കുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും ദുരിതമായിട്ടുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലൊക്കെ അവിടെയൊക്കെ അവരുടെ സേഫ്റ്റി പോലും നോക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്, ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ചില സമയത്ത് എന്ത് ചെയ്യും, അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. അടുത്ത സെൻസർഷിപ്പ് എന്നുള്ളതാണ്. സെൻസർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ സെൻസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ വേ ഓഫ് കൺട്രോളിങ് ദ മീഡിയ ആൻഡ് പ്രസ് ടു സ്റ്റേ വിത്തിൻ സെർട്ടൈൻ റൂൾസ് ഓഫ് ദ കൺട്രി. അതായത് രാജ്യത്തിൻ്റെ ചില നിയമങ്ങൾക്ക് അനുസൃതമായി അല്ലെങ്കിൽ അവരെ അതിന് കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചില നിയമങ്ങളാണ് എന്തെന്ന് പറയുന്നത്, സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. 2011 ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ത്രട്ടൻസ് ദ യൂണിറ്റി, നമ്മളെ രാജ്യത്തിൻ്റെ ഐക്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഡിഫൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, സെക്യൂരിറ്റി, അതുപോലെ തന്നെ സോവറിനിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സാഹോദര്യം അല്ലെങ്കിൽ പരമാധികാരത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ് ഓർ പബ്ലിക് ഓർഡർ, അതായത് നമ്മളുടെ സൗഹൃദം ഉള്ള മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പബ്ലിക് ഓർഡേഴ്സ്, നമ്മളുടെ രാജ്യത്തിൻ്റെ സമാധാനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്, സെൻസർഷിപ്പിൻ്റെ കീഴിൽ വരുന്നതാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ CBFC, അതായത് സിനിമകൾക്ക് സെൻസർഷിപ്പുകൾ നൽകുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ് CBFC. 1951 ഇത് വരുന്നത്. നിങ്ങൾക്ക് അറിയാം, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റുകൾ കാണിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ മറ്റേ സർട്ടിഫിക്കറ്റുകളാണ് CBFC എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പബ്ലിക്കിന് മുമ്പിൽ ഒരു സിനിമ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിന് മുമ്പ് ഇവരെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് മേടിക്കണം, സർട്ടിഫിക്കേഷൻസ്, സെൻസർഷിപ്പ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് നമ്മൾ മേടിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത് 24 hour ന്യൂസ് സൈക്കിൾ എന്നുള്ളതാണ്. ഈ വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ്. കാരണം ഇതിൽ ഒന്നാമത്തെ പോയിൻ്റ് 24 hours ന്യൂസ് സൈക്കിൾ എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് 24 മണിക്കൂർ ന്യൂസുകൾ പോകുന്നുണ്ട്. കാരണം എല്ലാ ന്യൂസുകളും 24/7 എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ന്യൂസ് ഏജൻസീസ് ആൻഡ് മീഡിയ കോർപ്പറേഷൻസ് ആർ ഇൻ കോമ്പറ്റീഷൻ ടു ഡെലിവർ ന്യൂസ് ക്വിക്കലി. അതായത് ഇവർ മത്സരത്തിലാണ്. അതായത് ഓരോ ചാനലുകളും ഓരോ ന്യൂസ് ഏജൻസികളും ഇവർ മത്സരത്തിലാണ്. കാരണം ഇവരുടെ വാർത്തകൾ എല്ലാവരും കാണണം, ഇതാണ് സത്യസന്ധമായിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള വാർത്തകൾ വരെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ 24 hours ന്യൂസ് സൈക്കിളിൽ ഇവർ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊന്ന് എന്താണ് ന്യൂസിന് വരുന്ന, ജേർണലിസത്തിന് വരുന്ന ത്രെറ്റനിങ് ആണ്. അടുത്ത ഇൻഡസ്ട്രി ഗ്രോത്ത് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണലിസം എന്ന് പറയുന്നത് മേജർ ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് ലാർജ് ന്യൂസ് ഏജൻസീസ് ആൻഡ് തൗസൻഡ്സ് ഓഫ് റിപ്പോർട്ടേഴ്സ്, അതായത് പതിനായിരക്കണക്കിന് റിപ്പോർട്ടേഴ്സൊക്കെയാണ് ഓരോ ഇൻഡസ്ട്രികളിലും എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് ലേബർ ഇൻറ്റൻസീവും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവും കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി റിപ്പോർട്ടേഴ്സിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ നിരവധി പണത്തിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇതിനെന്താണ് കൂടുതലാണ്. മാത്രമല്ല അഡ്വർടൈസ്മെൻറ്റ് ആസ് എ ഇൻകം എന്ന് പറയുന്ന ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരസ്യം ഏറ്റവും കൂടുതൽ അഭിവാജ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അഡ്വർടൈസ്മെൻറ്റ് ആർ എ മേജർ ഇൻകം സോഴ്സ് ഫോർ മീഡിയ ഗ്രൂപ്പ്സ് ഇൻക്ലൂഡിങ് ന്യൂസ് പേപ്പേഴ്സ്, TV ചാനൽസ് ആൻഡ് ന്യൂ മീഡിയ. ഇന്നത്തെ കാണുന്ന ന്യൂ മീഡിയ ആയിക്കോട്ടെ, TV ചാനലുകൾ, ന്യൂസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വരുമാനമാണ്. അതായത് മീഡിയാസിന് സ്വാഭാവികമായിട്ടും പരസ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഈ പരസ്യങ്ങൾ നൽകുന്ന ആളുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഒക്കെ നൽകുന്നതിന്, അല്ലെങ്കിൽ ഇവർ കറപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ ചില സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ഈ ചാനലുകൾ ഒക്കെ പിന്മാറുന്ന രീതി നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ത്രെട്ടനിങ് ആണ്. അടുത്ത സെൻസേഷണലിസം എന്ന് പറയുന്ന ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു സെൻസേഷണൽ ആവുക എന്നുള്ളതാണ്. അതായത് മോർ എക്സൈറ്റിംഗ് ആക്കുന്ന കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് ഇന്നത്തെ കാലത്ത്. കാരണം നമുക്ക് ഇമോഷൻസിനാണ് കൂടുതലായിട്ടുള്ള വാല്യൂ കൊടുക്കുന്നത്. ഓരോ വ്യൂവേഴ്സ് അവരുടെ റേറ്റിംഗ് നമ്മൾ 5 സ്റ്റാറിന് 5 സ്റ്റാറിൽ റേറ്റിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ടും മാർക്കറ്റുകൾ കൂടുതലായിട്ട് വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓവറായിട്ട് എക്സജറേറ്റ് ചെയ്യും, അതായത് ഫാബ്രിക്കേറ്റ് ചെയ്യും സ്റ്റോറീസ്. കാരണം ആവശ്യമില്ലാത്ത സീനുകളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കൂട്ടിക്കുഴച്ചിട്ടൊക്കെ ആയിരിക്കും ന്യൂസുകൾ വരിക. കാരണം ആളുകൾക്ക് കൂടുതലായിട്ടും കാണേണ്ടത് അതായതുകൊണ്ട്. അടുത്തത് യെല്ലോ ജേർണലിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. യെല്ലോ ജേർണലിസം എന്ന് പറയുന്ന ഭാഗം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. യെല്ലോ ജേർണലിസം ഈസ് refers to exaggerated or manipulated news, often unethical, aimed increasing sales or viewership എന്നുള്ളതാണ്. അതായത് കൂടുതൽ കാഴ്ചക്കാരെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ അൺഎത്തിക്കലായിട്ട് ഒട്ടും ധാർമ്മികപരമല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസുകൾ മാനിപ്പുലേറ്റ് ചെയ്യുക, എക്സാജറേറ്റ് ചെയ്തെഴുതുക. അതായത് അനാവശ്യമായിട്ട് വിശദീകരിച്ച് എന്താ ചെയ്യുക, ഈ മൂടി പിടിപ്പിച്ച് എഴുതുന്ന വാർത്തകളാണ് യെല്ലോ ജേർണലിസം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ജേർണലിസം ഫീൽഡിനെ വളരെ ഹാംഫുള്ളായിട്ട് ബാധിക്കുന്ന, വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നാണ് യെല്ലോ ജേർണലിസം എന്ന് പറയുന്നത്. മീഡിയ മാനിപ്പുലേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് സം മീഡിയ ഔട്ട്ലെറ്റ്സ് യൂസ് സെലക്റ്റീവ് content to promote certain ideologies, raising questions about authenticity and objectivity of the news എന്നുള്ളതാണ്. അതായത് ചില മീഡിയകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, സെലക്റ്റീവായിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ഐഡിയോളജികൾക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള വാർത്തകൾ മാത്രം നൽകുക, അതിനുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതാണ് എന്തെന്ന് പറയുന്നത്, മീഡിയ മാനിപ്പുലേഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കറിയാം, ന്യൂസ് തംബ്ലൈൻസുകൾ, അതായത് വാർത്തകൾക്ക് യൂട്യൂബ് ചാനലിലൊക്കെ കൊടുക്കുന്ന തംബ്ലൈനുകൾ, ഇവരെന്ത് ചെയ്യും, ക്യാച്ചി ആയിട്ടുള്ള ടെക്സ്റ്റുകളും വിഷ്വൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ഇവരെന്ത് ചെയ്യും, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീഡേഴ്സിന് കുറച്ചും കൂടി അറ്റൻഷൻ നൽകുന്ന തംബ്ലൈനുകൾ കാര്യങ്ങളൊക്കെ നൽകാറുണ്ട്. ഇതാണ് ക്ലിക്ക് ബൈറ്റുകൾ എന്ന് പറയുന്നത്. കാരണം നമ്മളെ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന, നമ്മളെ ഫ്രോഡാക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പറ്റിക്കപ്പെടാറുണ്ട്. ഇതിനെയാണ് ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ യൂസേഴ്സ് വിൽ ബി വെരി മച്ച് എക്സ്പോസ്ഡ് ടു സച്ച് ക്ലിക്ക് ബൈറ്റ്. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള തംബ്ലൈനുകൾ കാണുമ്പോൾ കൂടുതലായിട്ടും അതിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്ലിക്ക് ബൈറ്റുകൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, യൂട്യൂബിൽ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ. അടുത്ത സ്മോക്ക് സ്ക്രീൻ എന്നുള്ളതാണ്, പുകമറ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഹാവ് പെയ്ഡ് ഫ്രം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ പീപ്പിൾ ട്രൈ ടു ഡിസ്ട്രാക്ട് പീപ്പിൾ ടു എ മോർ കൺവീനിയൻറ്റ് സബ്ജക്റ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിൽ നിന്നും മറ്റൊരു സബ്ജക്റ്റിലേക്ക് ആളുകളെ വഴിമാറി തിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ലൈക്ക് ഹാവിങ് എ സ്മോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐ. നമ്മളുടെ കണ്ണിന് മുമ്പിൽ ഒരു പുക വരികയാണ്. അതായത് ആ പുകയുടെ ബാക്കിൽ, ആ സ്മോക്കിൻ്റെ ബാക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതൊന്നും അറിയില്ല. കാരണം എന്താണ്, ഇവർ ഈ മീഡിയാസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ പെയ്ഡ് നൽകിക്കൊണ്ട്, പണം നൽകിക്കൊണ്ട് ആ വാർത്തയെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യും, മറ്റു വാർത്തകൾ നൽകും. അതാണ് സ്മോക്ക് സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഈ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജേർണലിസത്തിന് ഏറ്റവും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.